അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എപ്പോഴാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയും പരലോകവുമൊക്കെ ഉണ്ടാവുക എന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ ചോദ്യവും അതിനുള്ള മറുപടിയുമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ വന്നത്. ആ ചോദ്യം പരിഹാസത്തിന്റെയും ധിക്കാരത്തിന്റെയും സ്വഭാവത്തിലുള്ളതായിരുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചിലർ സംശയത്തിന്റെയും അന്വേഷണത്തിന്റെയും രൂപത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യവും അതിനോടുള്ള പ്രതികരണവുമാണ് ഇന്ന് പഠിക്കുന്ന 53 മുതൽ 56 വരെയുള്ള ആയത്തുകളിലുള്ളത്. അവരുടെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ പറയുന്നതൊക്കെ, അതായത് മുഹമ്മദ് കൊണ്ടുവന്ന ഈ ഖുർആനിൽ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ, അതല്ല ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഭീഷണികളാണോ? അതിനോടുള്ള പ്രതികരണമായിക്കൊണ്ട് ഇത് പൂർണ്ണമായും സത്യമാണെന്ന് സത്യം ചെയ്തുകൊണ്ട് അവരോട് പറയുകയാണ്. തുടർന്ന് ധിക്കാരികൾ അനുഭവിക്കാനിരിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂമിയിലുള്ളത് മുഴുവൻ പകരം നൽകാൻ കുറ്റവാളികൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അവരതിന് തയ്യാറാകുമായിരുന്നു. പക്ഷേ അവർക്ക് നീതിപൂർവം വിധിക്കപ്പെട്ട ശിക്ഷയ്ക്കു മുന്നിൽ നിസ്സഹായരായി ദുഃഖിച്ചു നിൽക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും സൃഷ്ടിയും സംഹാരവും നടത്തുന്നവനും അള്ളാഹു മാത്രമാണ്. അവൻ്റെ താക്കീത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും. ഇക്കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ് വമാ അൻതും ബിമുഅ്ജിസീൻ. വയസ്തംബിഊനക, താങ്കളോടവർ ചോദിച്ചറിയുന്നു. നബഅ എന്നാൽ വാർത്ത എന്നാണ്. ഗൗരവമുള്ള ഒരു വിവരം അറിയിക്കാൻ വേണ്ടിയുള്ളതാണ് വാർത്ത. നബഅ എന്ന പദത്തിൽ നിന്നാണ് അവർ ഗൗരവമുള്ള ഒരു സംഗതി അറിയാൻ വേണ്ടി താങ്കളോട് ചോദിച്ചറിയുന്നു എന്ന അർത്ഥത്തിൽ യസ്തംബിഊനക എന്ന വാക്ക് വന്നിട്ടുള്ളത്. എന്താണ് അവർ ചോദിക്കുന്നത്? അഹഖുൻ ഹുവ, ഇത് സത്യം തന്നെയാണോ? താങ്കൾ കൊണ്ടുവന്ന ഖുർആനിൽ ഞങ്ങൾക്കെതിരെ പറയുന്ന താക്കീതുകളുമൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ? ഖുൽ, താങ്കൾ അവരോട് പറയുക, ഈ ചോദ്യത്തിനുള്ള മറുപടിയായിക്കൊണ്ട്, ഈ വറബ്ബി ഇന്നഹു ലഹഖുൻ, അതെ, എൻ്റെ റബ്ബാണ് സത്യം, തീർച്ചയായും ഇത് സത്യം തന്നെയാണ്. 3 തവണ സത്യമാണെന്ന് ഉറപ്പിച്ചു പറയാനുള്ള പ്രയോഗങ്ങൾ ഈ ചെറിയ വാചകത്തിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എൻ്റെ റബ്ബാണ് സത്യം, തീർച്ചയായും ഇത് സത്യം തന്നെയാണ്. അതെ, വറബ്ബി, എൻ്റെ റബ്ബാണ്, അള്ളാഹുവാണ് സത്യം, ഇന്നഹു, തീർച്ചയായും ഇത്, ലഹഖുൻ, സത്യം തന്നെയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഒമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾ പരാജയപ്പെടുത്താൻ കഴിവുള്ളവരല്ല താനും. ഈ പറഞ്ഞ സത്യത്തെ മറികടന്ന് അതിനെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണയും രക്ഷാശിക്ഷകളും നടക്കുന്നതിനെയൊക്കെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ് അവരോട് പറയുന്നത്. തുടർന്ന് എന്തായിരിക്കും കുറ്റവാളികളുടെ പരലോകത്തെ അവസ്ഥ എന്നാണ് 54-ാമത്തെ ആയത്തിൽ പറയുന്നത്. വലൗ അന്ന ലികുല്ലി നഫ്സിൻ വലമത് മാ ഫിൽ അർളി ലഫ്തദത് ബിഹി വഅസറുൻ നദാമത ലമ്മാ റഅഉൽ അദാബ് വഖുളിയ ബൈനഹും ബിൽ ഖിസ്ത് വഹും ലാ യുളമൂൻ. വലൗ അന്ന ലികുല്ലി നഫ്സിൻ വലമത്, അക്രമം പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ, ഭൂമിയിൽ ധിക്കാരം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ വിചാരണ വേളയിൽ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ് ശിക്ഷ കാത്തു നിൽക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ, അവരുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ, മാഫിൽ അർളി, ഭൂമിയിലുള്ള വിഭവങ്ങളൊക്കെയും അങ്ങനെയുള്ള മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഭൂമിയിലുള്ള വിഭവങ്ങളൊക്കെ ഒരാൾക്ക് സ്വന്തമായി ഉണ്ടാവുക എന്നത് സംഭവ്യമല്ലല്ലോ. എങ്കിലും അങ്ങനെയൊന്ന് നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കാൻ പറയാണ്. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്താണ് അയാൾ ചെയ്യുക? ലഫ്തദത് ബിഹി, അതുകൊണ്ട് പിഴയൊടുക്കുമായിരുന്നു. ആ വിഭവങ്ങളൊക്കെ പിഴയായി നൽകിക്കൊണ്ട് പകരം നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അത് നടക്കില്ലല്ലോ. പിന്നെ എന്തായിരിക്കും അത്തരം ആളുകൾ ചെയ്യുക?
വഅസറുൻ നദാമത ലമ്മാ റഔൽ അദാബ്. ശിക്ഷ നേരിൽ കാണുമ്പോൾ അതീവ ഖേദം ഉള്ളിലൊതുക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ. വഅസറു അവർ രഹസ്യമാക്കുന്നു, ഉള്ളിലൊതുക്കുന്നു എന്നർത്ഥം. അന്നദാമത അങ്ങേയറ്റത്തെ ഖേദം, നെടും ഖേദം. ലമ്മാ റഔൽ അദാബ് അവർ ശിക്ഷ നേരിൽ കാണുമ്പോൾ. അവിടെ അവർക്ക് ആരും സഹായിക്കാനില്ല, ആരോടും പങ്കുവെക്കാനുമില്ല. അങ്ങനെ ഒറ്റക്ക് ദുഃഖം കടിച്ചമർത്തി അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. വഖുലിയ ബൈനഹും ബിൽ ഖിസ്തി അങ്ങനെ അവർക്കിടയിൽ നീതിപൂർവം വിധിക്കപ്പെട്ടു. അവിടെ ആരോടും അനീതി കാണിക്കുകയില്ല. നന്മ ചെയ്തവർക്ക് ധാരാളമായി പ്രതിഫലം ലഭിക്കും. എന്നാൽ തിന്മ ചെയ്തവരെ അവരുടെ തിന്മയുടെ തോതനുസരിച്ച് മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ നീതി മാത്രമാണ് അവിടെ നടപ്പാക്കുക. ഇക്കാര്യം മുമ്പ് പലപ്പോഴും വന്നതാണ്. വഹും ലാ യുദ്ലമൂൻ അവരോട് അനീതി കാണിക്കുകയില്ല. തുടർന്ന് അള്ളാഹുവിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യുമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള പ്രഖ്യാപനമാണ് 55-56 ആയത്തുകളിലുള്ളത്. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് അലാ ഇന്ന വഅദല്ലാഹി ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ ഹുവ യുഹ്യി വയുമീതു വഇലൈഹി തുർജഊൻ. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി അറിയുക, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും അള്ളാഹുവിൻ്റേത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. മനുഷ്യൻ ഈ കാര്യം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടല്ലേ ഈ ദുനിയാവിനോടുള്ള പ്രേമം മൂലം മനുഷ്യൻ അള്ളാഹുവിൻ്റെ അതൃപ്തി ഏറ്റുവാങ്ങുന്നത്. ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി ഏത് വലിയ വ്യക്തിയായാലും അയാൾ കൈയടക്കി വെച്ചിരുന്നതൊക്കെ അയാൾക്ക് നഷ്ടപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെതാണെന്നിരിക്കെ പിന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ശ്രമിക്കുകയല്ലേ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുക. അപ്പോഴല്ലേ മനുഷ്യന് ശാശ്വതമായ പരലോക ജീവിതം ലഭിക്കുക. ആ പരലോക ജീവിതം ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഇനി പ്രഖ്യാപിക്കുന്നത്. അലാ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ അറിയുക, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. പരലോകത്ത് വിചാരണയുണ്ടാവും, രക്ഷാശിക്ഷകൾ ഉണ്ടാവും എന്ന അള്ളാഹുവിൻ്റെ താക്കീതും വാഗ്ദാനവും സത്യമായി പുലരാനുള്ളത് തന്നെയാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അറിയുന്നില്ല. ഈ കാര്യം ചിന്തിച്ച് മനസ്സിലാക്കാതെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഹുവ യുഹ്യി വയുമീതു അവനാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും സൃഷ്ടിക്കാനും സംഹരിക്കാനുമുള്ള എല്ലാ തീരുമാനങ്ങളും ആസൂത്രണങ്ങളും ചെയ്യുന്നതും അത് നടപ്പാക്കുന്നതുമൊക്കെ അള്ളാഹു മാത്രമാണ്. മറ്റാർക്കും അതിൽ ഒരു പങ്കുമില്ല. വ ഇലൈഹി തുർജഊൻ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതുമാണ്. മരിപ്പിച്ച ശേഷം പുനഃസൃഷ്ടിപ്പിലൂടെ അവനിലേക്ക് എല്ലാവരും മടങ്ങിയെത്തും എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, കളങ്കമില്ലാത്ത മനസ്സുമായി ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനാണ് നാം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യേണ്ടത്. ഒരു വർഷത്തിലെ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളായി അള്ളാഹു നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകളും അധികരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.